കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ അറിവും വിനോദവും തരുന്ന ഒരു അടിപൊളി സ്ഥലമാണ് നെഹ്റു സയൻസ് സെൻറ്റർ. മുംബൈയിലെ വർളിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇൻട്രാക്റ്റീവ് സയൻസ് സെൻറ്ററുകളിൽ ഒന്നാണ്. വെറുതെ കണ്ടുപോവുക മാത്രമല്ല, ശാസ്ത്ര പ്രതിഭാസങ്ങൾ നമ്മൾ നേരിട്ട് പരീക്ഷിച്ച് അറിയാൻ പറ്റുന്നൊരിടം. സിനിമ പ്രേമികൾക്കും കുട്ടികൾക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഇവിടുത്തെ സയൻസ് ഒഡീസി തിയേറ്റർ. ഒരു ഭീമാകാരമായ ഡോം ആകൃതിയിലുള്ള സ്ക്രീനിൽ ശാസ്ത്ര ബഹിരാകാശ ഡോക്യുമെൻ്ററികൾ കാണുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. കൂടാതെ അതിശയിപ്പിക്കുന്ന ഒരു 3D സയൻസ് ഷോയും ഇവിടെയുണ്ട്. നിങ്ങൾ മുംബൈ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഫാമിലിയോടൊപ്പമോ കുട്ടികളോടൊപ്പമോ ആണെങ്കിൽ തീർച്ചയായും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് നെഹ്റു സയൻസ് സെൻറ്റർ. വെറും കാഴ്ചകൾക്കപ്പുറം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ആസ്വദിക്കാനും ഇവിടെയുണ്ട്. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ അവിടെ നെഹ്റു സയൻസ് സെൻറ്റർ ഉണ്ട്, നെഹ്റു പ്ലാനറ്റോറിയം. അപ്പോൾ നെഹ്റു സയൻസ് സെൻറ്ററിൽ 1 മണിക്കൊരു ഷോ ഉണ്ട്, പിന്നെ നെഹ്റു പ്ലാനറ്റോറിയത്തിൽ 3 മണിക്കൊരു ഷോ ഉണ്ട്. ഇത് രണ്ടും കണ്ടിട്ട് നേരെ എയർപോർട്ട് പോകും, അങ്ങനെ തിരിച്ച് പോകും. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് നെഹ്റു സയൻസ് സെൻറ്ററിലേക്ക് പോകുന്ന വഴിയാണ്. കടലിൻ്റെ അടിയിലോട്ടാണല്ലോ. നമസ്കാരം. നെഹ്റു സയൻസ് സെൻറ്ററിൽ വന്നതാ, ബോംബെയിൽ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ കുട്ടികൾക്കൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാനും മനസ്സിലാക്കാനൊക്കെ. പിന്നെ ഒരു 2 3D ഷോ ഉണ്ട്, പിന്നെ അതുപോലെ ഒരു സയൻസ് ഒഡീസി എന്ന് പറഞ്ഞ ഷോ ഉണ്ട്. കൂട്ടാ ഇറങ്ങോ, തിരിപ്പിടിക്കരുത്. ഇത് പഴയ മറ്റേ ആവി എഞ്ചിനാണ്, കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. പഴയ ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ്. ഇവിടെ വന്നു കഴിഞ്ഞാലേ ചോദിക്കാനൊന്നും ഒരാളെയും കാണാനില്ല. ഇലക്ട്രിക് ട്രാം കാറ് എൻ്റെ മോഡല്. ഇത് കുതിരവണ്ടി, പണ്ടത്തെ കുതിരവണ്ടി. ചുമ്മാ അങ്ങനെ നടക്കാം ഒന്നില്ലെങ്കിലും. ഇവിടെ ഇന്ത്യൻ സയൻറ്റിസ്റ്റുകളുടെ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ പോയി നോക്കിയിട്ട് ഒരായിരിക്കും ഒരാൾക്കാരുണ്ടാവും. വിക്രം സാരാഭായ്, ഹോമി ബാബ, സത്യേന്ദ്രനാഥ് ബോസ്, ഷാനി, ഒരുപാട് ആൾക്കാരുണ്ട്. ചന്ദ്രശേഖര വെങ്കട്ടരാമൻ, ശ്രീനിവാസ രാമാനുജൻ, ആചാര്യ ജഗദീഷ് ചന്ദ്ര ബോസ്. ഇതൊക്കെ പ്രതിമകളാണ്. കുട്ടികൾക്ക് ഇത് കാണാം, ഇത്രയേ ഉള്ളൂ. അവിടെ ഒരു 3D ഷോ ഉണ്ട്, അതെപ്പോഴും ഉണ്ടാകുന്നില്ല. ഇത് ഓക്കെ കൂട്ടാ, പച്ചപ്പയ്യൻ്റെ വലിയൊരു സാധനം ഉണ്ടാക്കി വെച്ചേക്കണം. വന്നു കഴിഞ്ഞാൽ നടന്നിങ്ങനെ കാണാം. ഇവിടെയൊക്കെയുള്ള വലിയൊരു ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെടാന്ന് കഴിഞ്ഞാൽ ചൂടാണ്. നമ്മൾ വന്ന സമയത്തിൻ്റെ കുഴപ്പമായിരിക്കും, ഇത്ര ചൂടാണ്. ഈ 3D ഷോ എവിടെയാണെന്നാ പറഞ്ഞത്? മേലെ ഇടുവാ. ഇതാണ് നെഹ്റു സയൻസ് സെൻറ്റർ. ചൂടൊഴിച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യം ഒന്നൊരു പ്രശ്നമില്ല, നല്ലതാണ്. ഇതാണ് നെഹ്റു സയൻസ് സെൻറ്റർ. സൈക്ലോ, മൈക്രോ ടു മാക്രോ. വിമാനത്തിൻ്റെ ചക്രം, ഫ്ലൈറ്റ്, വിമാനത്തിൻ്റെ സ്കൂട്ടർ, കാറ്,
റെയിലിൻ്റെ ട്രാക്ടർ, മോട്ടോർ ബൈക്ക്, വീൽ എ ഗ്രേറ്റ് ഇൻവെൻഷൻ. വേർഷ്യൽ ലെൻസ്, ട്രെയിനിലെ സെൻസുകൾ വെറുതെ കാണിച്ചിരിക്കുക. എന്താണ് ടച്ചിങ് ദി ലൈറ്റ്നിങ്. ലൈറ്റ്നിങ്ങിൻ്റെ നമ്മൾ തൊട്ട സ്ഥലത്ത് ലൈറ്റ്നിങ് വരും. സെൻസ് ഓഫ് ടേസ്റ്റ്, അവൻ്റെ സ്വീറ്റ് എവിടെ വരണമെന്നുള്ളത് കേട്ടോ. താഴെ വശത്ത് സോർ, സൈഡിൽ ഉപ്പ് രസം. രണ്ട് കൈ ഒരുമിച്ച് പ്രസ് ചെയ്യേ. സൗണ്ട് ആൻഡ് ഹിയറിങ്. ഇതിൻ്റെ ഉള്ളിൽ കയറി കുറേ കാര്യങ്ങളുണ്ട്. ഇട്ടങ്ങോട്ട് പോന്നോ? ഓരോ സൗണ്ട് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇതിനുള്ളിൽ ഒരു 3D ഷോ ഉണ്ട്. 10 മിനിറ്റ് നേരത്തെ ഷോ. ഈ നെഹ്റു സയൻസ് സെൻറ്ററിൻ്റെ ഉള്ളിലുള്ള ഒരു 3D ഷോ. അത് കാണാൻ കയറിയതാണ്. അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, 3D വെച്ചിട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് കാണാം. അത് കഴിഞ്ഞൊരു സയൻസ് ODC ഷോ എന്ന് പറഞ്ഞ വേറൊരു ഷോ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നെഹ്റു പ്ലാനറ്റോറിയത്തിൽ അവിടെ ഒരു ഷോ ഉണ്ട്. അത് കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകും. ഈ 3D ഇതിൽ 3D ഷോയിലെ 15 മിനിറ്റ് ഷോ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അതിൽ നന്നായിട്ട് റോബിൻസൺ ക്രൂസോൻ്റെ ഒരു കാർട്ടൂണാണ്. നന്നായിട്ടത് വളരെ ഒരു 15 മിനിറ്റ്സ് ഭയങ്കര എൻ്റർടൈൻമെൻറ്റാണ്. ഇനിയിപ്പോൾ ഞങ്ങളിവിടെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കട്ടെ. ഞാൻ 1:45 അടുത്ത ODC ഷോ എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ വന്ന് ഏകദേശം 2-3 മണിക്കൂറെങ്കിലും വേണം എല്ലാം കൂടി നമുക്ക് കണ്ടു തീർക്കാൻ. ഞങ്ങളതിലും കയറി ഭക്ഷണം കഴിക്കട്ടെ. ഈ സയൻസ് സെൻറ്ററിൻ്റെ ഉള്ളിൽ കഫ്റ്റീരിയ ഉണ്ട്. കഫ്റ്റീരിയയിൽ നിന്ന് ഒരു താലി മീൽസ് മേടിച്ചു, പിന്നെ 2 നൂഡിൽസ്, 2 നൂഡിൽസും ഒരു താലി മീലും മേടിച്ചു. നല്ല റെസ്റ്റോറൻറ്റാണ്, നല്ല നീറ്റായിട്ടുള്ള റെസ്റ്റോറൻറ്റാണ്. വലിയ വിലയൊന്നുമില്ല. ഇതിന് താലി മീൽസിന് 150 രൂപ, ഇതിന് 150 രൂപ, ഇത് ഒരു പ്ലേറ്റിന് 150. 3D ഷോ കഴിഞ്ഞു. 3D ഷോ ഇതിനുള്ളിലായിരുന്നു, ഈ സയൻസ് സെൻറ്ററിൻ്റെ ഉള്ളിലായിരുന്നു. ഇനി ODC ഷോ എന്ന് പറഞ്ഞിട്ടുണ്ട്, സയൻസ് ODC ഷോ എന്നുണ്ട്. അതിന് താഴെ ഇറങ്ങണം. അതും കൂടി കണ്ടു കഴിഞ്ഞ് നേരെ നെഹ്റു പ്ലാനറ്റോറിയത്തിൽ പോകണം. പ്ലാനറ്റോറിയത്തിലൊരു ഷോ ഉണ്ട്. അത് കഴിയുമ്പോഴേക്കും 3:45 പിന്നെ ഞങ്ങൾക്ക് നേരെ എയർപോർട്ട്. രാത്രി 8 മണിക്കാണ് തിരിച്ചുള്ള ഫ്ലൈറ്റ്. അപ്പോൾ ഇനി സയൻസ് ODC ഷോ നടക്കണം. ഹോളിലേക്ക് പോട്ടെ. അപ്പോൾ ബോംബെയിൽ വരുന്ന ആളുകൾ, കുട്ടികൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ ഇഷ്ടമാണ് കേട്ടോ. സയൻസും കാര്യങ്ങളൊക്കെ ഒരു രസമുണ്ട്. നമുക്ക് വലിയ ഇതില്ലെങ്കിലും. പിന്നെ ആ ഷോ ഒരു 15 മിനിറ്റുള്ള 3D ഷോ വളരെ കാർട്ടൂണാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ബോംബെയിൽ വരണവരൊന്നും വരാൻ ശ്രമിക്കുക. ഓക്കെ. സയൻസ് ODC ഷോ അതിനുള്ളിൽ കയറട്ടെ. ബാക്കി ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് പറയാം. ഓക്കെ. ഇത് മുകളിലാണ് കാണുക. विश्व जलवायु एवं भीहर इलाके के कारण आधुनिक दुनिया इससे दूर रही है। സയൻസ് ODC ഷോ എന്ന് പറയുന്നത് അത്ര വലിയ കുഴപ്പമില്ല. ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലെ ജീവജാലങ്ങളെ കുറിച്ചുള്ളൊരു സാധനമാണ്. പക്ഷേ ഞങ്ങൾക്ക് 3 മണിക്ക് അവിടെ പ്ലാനറ്റോറിയത്തിൽ ഷോള കാരണം കഴിയണതിന് തൊട്ട് മുന്നേ ഇറങ്ങി. ഏതായാലും ഞാൻ ഡ്രൈവറെ തപ്പിയിട്ട് വണ്ടി കയറി പോകാത്ത നോട്ടെ, അതേ പറ്റുള്ളൂ. കുഴപ്പമില്ല. വന്ന് 2-3 മണിക്കൂറൊക്കെ കറങ്ങാനുള്ളൊരു സ്ഥലമുണ്ട്. ഏതായാലും ഇനി കാറിൽ കയറാൻ നോട്ടെ, അതേ പറ്റുള്ളൂ.
സയൻസ് സെൻറ്ററിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. ഇതാണ് ഇതിൻ്റെ കൗണ്ടർ. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. അതിലെ എൻട്രൻസ് ഒരു 1-2 മണിക്കൂറൊക്കെ അതിനുള്ളിൽ കറങ്ങാനുള്ളതുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ഇന്ന് ടൈറ്റ് ഷെഡ്യൂളായ കാരണം ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ഭയങ്കര ചൂടാണ് കേട്ടോ. ബോംബെയിൽ ഭയങ്കര നല്ല ചൂടുണ്ട്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട്. 2 ഷോ ഉണ്ടായത് AC റൂമിലായ കാരണം സുഖമായിട്ട് കുറച്ച് നേരം കുട്ടനാലിൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അങ്ങനെ സുഖമായിട്ട് ചാരി കിടക്കണ കസേര അതിൽ കിടന്ന് ഉറങ്ങി. ഇനിയിപ്പോൾ പ്ലാനറ്റോറിയത്തിലേക്ക് തന്നെ പോവാം. ആ പ്ലാനറ്റോറിയത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു 3/4 മണിക്കൂറിൻ്റെ പ്ലാനറ്റോറിയത്തിലാണ് ഷോ. അത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ തിരിച്ച് എയർപോർട്ട്. അപ്പോൾ ഇനി പ്ലാനറ്റോറിയത്തിലേക്ക് കിടക്കട്ടെ. പ്ലാനറ്റോറിയം പിന്നെ ഓൾറെഡി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിൽ നമുക്ക് ബുക്ക് ചെയ്യാം. നെഹ്റു പ്ലാനറ്റോറിയം എന്നുള്ളത് നമ്മൾ ഓൺലൈനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് അടക്കം അസൈൻ ചെയ്തിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അത് 150 രൂപയാണെന്നുണ്ട് ഒരാൾക്ക് ബുക്ക് ചെയ്തപ്പോൾ. അങ്ങനെ 600 രൂപ. അത് സ്പേസിനെയൊക്കെ കുറിച്ചുള്ള നക്ഷത്രങ്ങളെ കുറിച്ചുള്ളൊരു ഷോ ആണ്. കുട്ടികൾക്കാണത് ഒരു ബെനിഫിറ്റ്. നമ്മൾ ഈ സ്പേസ് അല്ലെങ്കിൽ ആസ്ട്രോണസ് ഇതൊക്കെ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ നല്ലതാണ്. ഇതാണ് നെഹ്റു പ്ലാനറ്റോറിയം. ഞാൻ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തുള്ള കാരണം കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കിടക്കുക, ഉള്ളിൽ കിടക്കുക. നെഹ്റു പ്ലാനറ്റോറിയവും നെഹ്റു സയൻസ് സെൻറ്ററും രണ്ട് ദിക്കിലാണ് എൻട്രൻസ്. ഇത് ഒരേ കോമ്പൗണ്ടാണെങ്കിലും നമ്മൾ കാറിൽ വരികയാണെന്നുണ്ടെങ്കിൽ പ്ലാനറ്റോറിയത്തിൻ്റെ അവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ പോയിട്ട് വേണം സയൻസ് സെൻറ്ററിലേക്ക് പോകാൻ. കാറിൽ ഇവിടുന്ന് കണക്ട് ചെയ്യുന്ന റോഡില്ല. അപ്പോൾ സയൻസ് സെൻറ്ററിലാണ് ഞാൻ പറയുന്ന 3D ഷോയും അതുപോലെ നമ്മുടെ ഒഡീസി ഷോ, സയൻസ് ഒഡീസി ഷോ ഒക്കെ ഉള്ളത്. പ്ലാനറ്റോറിയത്തിലുള്ളത് സ്പേസിൻ്റെ ഷോ ആണ്. അത് ഞാൻ പ്രീ ബുക്ക് ചെയ്തതായിരുന്നു. ഞാൻ ഓൺലൈനിൽ കൂടെ ഞാൻ ബുക്ക് ചെയ്തതാണ്. 3 മണിക്കാണ് ഞങ്ങളുടെ ഷോ. അപ്പോൾ 2:45 എൻട്രി ചെയ്യുമെന്ന് പറഞ്ഞു. ഏതായാലും ഞങ്ങൾ ഷോ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് പ്ലാനറ്റോറിയത്തിൻ്റെ മുമ്പിൽ. അതായത് ബോംബെയിലെ നെഹ്റു പ്ലാനറ്റോറിയം. ഇതതിൻ്റെ വേറെ എന്തൊരു ബിൽഡിങ്ങാണ്. സംതിങ് എനിക്ക് അറിയില്ല എന്താണ്. ഇപ്പം അങ്ങോട്ട് അത് അടച്ചിട്ടിരിക്കുക, ക്ലോസ് ചെയ്തിരിക്കുകയാണത്. അതെന്താണെന്നറിയില്ല. അതിനി വല്ല സ്പേസിലേക്ക് നോക്കുന്ന പോലെ ടെലസ്കോപ്പ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണെന്ന് അറിഞ്ഞൂടാ. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളായിരുന്നു. ഏതായാലും ഉള്ളിൽ ചെന്ന് കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് വരാം. 2:40 ഒരു എൻട്രി ഇതിലേക്ക്. 3 മണിക്ക് ഒരു സോളാർ സിസ്റ്റത്തിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കും. പിന്നെ എൻട്രി ടു ഫസ്റ്റ് ഫ്ലോർ. അത് കഴിഞ്ഞാൽ 3:20 സ്കൈ തിയേറ്ററിലേക്ക് കയറും. പനോരമ चलो 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 चलो. അങ്ങനെ നെഹ്റു പ്ലാനറ്റോറിയത്തിൽ ഷോ കഴിഞ്ഞു. അതിൽ ചന്ദ്രയാൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ചന്ദ്രയാൻ മിഷനെ കുറിച്ചിട്ടുള്ളത്. വളരെ നന്നായിരുന്നു. കാരണം അത് ഒരു ആനിമേഷനാണ്. 3D അല്ല, ശരിക്കും 360 അതിൻ്റെ ഡിഗ്രിയിലാണ് അതിൻ്റെ വ്യൂ വരുന്നത്. അപ്പോൾ അത് കാരണം കാണാൻ ഭയങ്കര രസമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. അവിടെ നിന്നൊരു അതിൻ്റെ മുന്നിൽ നിന്നൊരു ലസ്സി കുടിച്ചു. അടിപൊളി ലസ്സി. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇനി ഫീലിംഗ് റോഡ് വഴി എയർപോർട്ടിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ നമുക്ക് വഴിയിലുള്ള സ്ഥലങ്ങൾ കണ്ടു പോകാം. ഫീലിംഗ് റോഡ്
അങ്ങനെ ഞങ്ങളുടെ ലക്ഷദ്വീപ് യാത്രയും ബോംബെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബോംബെ എയർപോർട്ടിലാണ് ടെർമിനൽ 2 കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് കാത്തിട്ട് ഒന്ന് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുന്നു. 8 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ എൻ്റെ യാത്രാ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.